എന്തോ നാടോ ഇത്? ഫാൻസി ഡ്രസ്സോ അതോ നാടകത്തിൽ ഒളിച്ചോടി വന്നതോ? സാറേ, ഇവന്മാര് പല വേഷവും കെട്ടും. ഇവരുടെ കയ്യിലുള്ള വിഗ്രഹമാണ് ഇവന്മാര് തട്ടിയെടുത്തത്. എടോ, തന്നെ ഒന്നും സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. ഞങ്ങളുടെ കൈയും കാലും വായും കെട്ടിയത് കൊണ്ട് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റിയില്ല സാർ. ഉത്തരവ്. ആ ഇവന്മാരെ 4 പേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ. ഞാനൊന്ന് SP ഓഫീസറെ പോയിട്ട് വരാം. ഒരു മുന്നറിയിപ്പില്ലാത്ത വരവാണല്ലേ സാറേ? എന്തടേ ഇത്? എടാ അന്യായ ദിവസത്തെ ഇടപെട്ടി പറയൂ സാർ. യൂണിഫോം എവിടെ കൊണ്ട് പണം വെച്ചടാ? ഭയങ്കര ഉഷ്ണം, വിയർപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ യൂണിഫോം ഒരു യുമാരെ ഇടിപ്പിച്ചു. അല്ല, നീ ഇവിടുത്തെ പഴയ റൗഡി കൊച്ചപ്പിയല്ലേ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലടേ. വരണ്ട അങ്ങോട്ട് നടക്കടാ. ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടോട്ടോ പറ്റ ഡ്രസ്സായത്. പോയി ഉറടാ. ഇവരെല്ലാം ആരാ? ആരാ? ഇതാണോ പെണ്ണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സാറാമേ, അകത്തുകൊണ്ട് പോയി പരിശോധിക്കുവോ? അയ്യോ, മാറിന്നില്ല. എങ്ങോട്ടാണ് സാർ? നെഞ്ചത്തേക്കാണ്. അയ്യോ, എടാ ഈ ഇടിക്കട്ടെ ഏത് സ്റ്റേഷനിൽ മോഷ്ടിച്ചടാ? അയ്യോ, അതെന്റെ താളക്കട്ടയാണ്. താളക്കട്ടി? ഇവൻ ഏതോ കല്യാണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ. കണ്ടില്ലേ? മുടിയിൽ പൂവ്, കഴുത്തില് ഹാരം, കയ്യില് ചട്ടകം. സാറേ, ഇദ്ദേഹം നിരപരാധിയാണ്. മിണ്ടാതെടാ. നീ ആരും ഇവന്റെ വക്കീലോ? കെട്ടടാ കൈ. നിനക്ക് നാക്കില്ലടാ റാസ്കൽ. ആ പേര്? നാരദൻ. വാലൊന്നുമില്ലടേ. ഏയ്, വാളൊന്നുമില്ലെന്ന് ചോദിച്ചേ. നിന്റെ പേരിന്റെ പിന്നാലെ നായരോ നമ്പൂരിയോ നമ്പ്യാരോ വല്ല ഉണ്ടോ അറിയാനാ? ഇല്ല. ഒന്നില്ല സാർ. ഇവൻ ആൾ ക്രോസാ. ദൈവത്തിന്റെ രൂപവും മനുഷ്യന്റെ കയ്യിലിരിപ്പും. ഇത് പൊന്നോ വെള്ളിയോ? അതിപ്പോ ഉരച്ചു നോക്കല്ലേ അറിയാനൊക്കെ. ഞാൻ നിന്നെ കൊണ്ട് ഉറപ്പിക്കും. വേണ്ട, എന്റെ പെട്ടിയിലെടുത്ത് വെക്കൂ. രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഉരച്ചു നോക്കിക്കോളാം.